വീരേന്ദ്രൻ ഈ പറയുന്ന 100 വീടുകളിൽ സംസ്ഥാനം എന്തെങ്കിലും എന്താണ് അഴകുഴമ്പ നയം കാണിച്ചോ എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലം ഏറ്റവും ക്രൂഷ്യലായത് വേണ്ട എന്താണ് സ്ഥലമാണ്. ആ സ്ഥലം ഈ പറയുന്ന വ്യവഹാര വഴിയിൽ കൂടി അല്ലാതെ ഏറ്റെടുക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ലേ? അല്ലാതൊരു സംസാരത്തിലൂടെ അവർക്ക് കൊടുക്കാനുള്ള ചോദിക്കുന്ന പണം എത്രയായാലും അത് കൊടുത്ത ആ സ്ഥലം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ലേ? ഇച്ഛാശക്തിയില്ലേ എന്ന ചോദ്യമൊക്കെ ചോദിക്കാം, ഉണ്ട്. പക്ഷെ അതൊന്നും താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം എത്ര ചിലവാക്കിയെന്ന ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്, ഒരു തർക്കവുമില്ല. പക്ഷെ അതൊന്നും എന്തുകൊണ്ട് കേന്ദ്രം തമിഴ്നാടിന് ഈ പറയുന്ന 900 കോടി കൊടുക്കാമെങ്കിൽ കേരളത്തിന് അടിയന്തര സഹായമായി പ്രധാനമന്ത്രിയുടെ ശുദ്ധമായ പ്രിറോഗേറ്റീവിലുള്ള ഒരു പൈസയിൽ 10 കോടിയെങ്കിൽ 10 കോടി തന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയല്ല. ടി പി ജയേന്ദ്രൻ ഏറ്റവും കൂടുതൽ അമിത്ഷാ പറഞ്ഞത് PDN എന്താണ് കേന്ദ്രം 3.5 മാസം വൈകി എന്നാണ് വലിയ ആനക്കാര്യമായി പറഞ്ഞത്. അത് വ്യാജമായിരുന്നു. ടി പി ജയേന്ദ്രൻ ഈ പറയുന്ന PDN എന്ന് പറയുന്ന റിപ്പോർട്ട് ഏതെങ്കിലും സംസ്ഥാനം ഇവിടെ ദുരന്തമുണ്ടായ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് റിപ്പോർട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനം ഏറ്റവും ചുരുങ്ങിയത് 3.5 മാസം എടുക്കാതെ സമർപ്പിച്ച ചരിത്രമുണ്ടോ ടി പി ജയേന്ദ്രൻ? അതാദ്യം നടത്തിയത് കേരളമല്ലേ? രണ്ടാമത് ഈ പറയുന്ന 154 കോടി രൂപ അധിക സഹായമായി ചെന്നു എന്ന് ആവർത്തിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ ഉത്തരവിന്റെ കണക്ക് പുറത്തു വരുമ്പോഴാണ് തട്ടിക്കിഴിച്ച് പേപ്പറിലേ ഉള്ളൂ 154 കോടി, അത് കാശായി തന്നിട്ടില്ല. എന്തിനാണ് സാറേ ഇങ്ങനെ നമ്മുടെ ഒരു നാട്ടിൽ ഒരു മഹാദുരന്തം ഉണ്ടായപ്പോഴേക്കും 5 പൈസ കൊടുക്കാതിരിക്കാൻ ഈ ഗവേഷണം കളിക്കൽ? അല്ല, ഹാഷ്മിക്ക് ഈ പറഞ്ഞ വാദഗതി ഒന്നും ആയിരുന്നില്ല മെനഞ്ഞാന്ത ചർച്ചയിൽ ഹാഷ്മി പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ ചോദിക്കുന്നത് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് നിങ്ങൾ തമസ്കരിക്കുന്നത്. ഞാൻ അംഗീകരിക്കുന്നു. ഒറ്റ ചോദ്യം ഹാഷ്മി, അല്ല നിങ്ങളെപ്പോലെ ഇത്ര ബുദ്ധിയുള്ള വക്കീലിനെ കേരളത്തിലെ അക്കൗണ്ട്സ് ഓഫീസറേക്കാൾ വിവരമുള്ള ആളുകൾ ഉണ്ടായിട്ട് അല്ല ഈ പറഞ്ഞതൊക്കെ ഒന്ന് കോടതി പോയി പറയാൻ തിരുവനന്തപുരത്തെ അക്കൗണ്ട്സ് ഓഫീസർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ കോടതി ഈ പറഞ്ഞതൊക്കെ പറയുമായിരുന്നോ നമ്മളോട്? ഇപ്പൊ കോടതി പറഞ്ഞത് എന്താ? നിങ്ങൾ കണക്ക് കൊടുക്കണം, കണക്ക് തരാതെ 5 പൈസ തരാൻ പറ്റില്ല ഹാഷ്മി. എത്ര ബഹളം വെച്ചാലും ഒരുപക്ഷെ മൃദുല വികാരങ്ങളെ അങ്ങ് ഊട്ടിയെടുക്കാം. തരാൻ പറ്റാത്തതിന്റെ കാരണം അല്ല തുടങ്ങിയോ നിങ്ങൾ? ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ അക്ഷരം മിണ്ടിയില്ല നിങ്ങൾ. ഞാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്റെ വായ കയറും. അങ്ങനെയാണെങ്കിൽ വിളിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് കണക്കാ സാർ കൊടുത്തത്? നിങ്ങൾ കൊടുത്ത കണക്ക് മുഴുവൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അഫിഡവിറ്റിൽ തമിഴ്നാടിന് അടിയന്തര സഹായം കൊടുത്തല്ലോ. മര്യാദ കാണിക്ക്. കേൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാദ്യം. കേട്ടിട്ട് ഞാൻ എന്താ പറയുന്നത് നോക്കിയിട്ട് വെടിവെക്ക്. ഇന്നലെ വരെ പറഞ്ഞത് എന്താ? നിങ്ങൾ ഓഗസ്റ്റ് 17 കൊടുത്തു. ഓഗസ്റ്റ് 17 കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ 263 കൂടെ. ഞാനീ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് 214.68 സെൻട്രൽ ഗവൺമെന്റ് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞ കാര്യമാണ്. അന്ന് പറഞ്ഞോ നിങ്ങൾ ഹാഷ്മി മെനിയാത്ത ചർച്ചയിൽ ഞങ്ങൾക്ക് 4 മാസം പോരാ? എത്ര മാസം വേണം അവിടെ ഉണ്ടായ നഷ്ടം കണക്കാക്കാൻ? എത്ര വീട് വേണമെന്ന് വെക്കാൻ? അല്ല, എത്ര ദിവസം വേണം? രണ്ടാമത് ഞാൻ ഹാഷ്മിയുടെ അറിവിലേക്ക് പറയാം. ഈ ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങളൊക്കെ ഇതും പിടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ അണിയറയിലായിരുന്നു. അന്ന് കേരളത്തിലെ അന്നത്തെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി ഉണ്ടായിരുന്നു ഹോട്ടൽ ഓഷ്യനിൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഏറ്റവും പെട്ടെന്ന്, കാരണം കേരളത്തിൻ്റെ ഈ ദുരന്തത്തിൽ കേരളത്തിലെ സർവകക്ഷികളുടെ യോഗം വിളിച്ചു ചേർക്കണം. ഹാഷ്മി, ഇന്നേ വരെ ഈ വിഷയത്തെ അംഗീകരിക്കാൻ കേരളത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കാനുണ്ടായോ? റിപ്പോർട്ടർ പറയുന്നു അതിന് തുടക്കം കുറിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ 24 പറയുന്നു, ഈ മെനിയാന്നത്തെ ഒരു വാർത്തയിലുണ്ട് അവർ ചെയ്യാൻ പോകുന്നു. സിദ്ധാരാമയ്യ പറയുന്നു തീർന്നില്ല ഹാഷ്മി. ഞാൻ നിങ്ങളോട് പറയട്ടെ എന്തുകൊണ്ട് ഭൂമി കിട്ടുന്നില്ല എന്ന്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുത്താൽ ഒരു ഉറുപ്പിക അവർക്ക് കിട്ടില്ല. അവർ ചോദിക്കുന്നു, ഒരു നെഗോസിയേഷന് ഗവൺമെന്റ് വന്നിരുന്നെങ്കിൽ, അതിനു വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഭൂമി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയല്ലേ അവിടെ ഇത്രയും ഭൗതിക ശരീരം അടക്കം ചെയ്യാനുള്ള ഭൂമി കിട്ടിയത്? ആരാ വില കൊടുത്ത് വാങ്ങിയത്? അതിന് പണം കൊടുത്താൽ ഗവൺമെന്റ് അതിൽ കുതന്ത്രം കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇനി പണം വേണം ഹാഷ്മി, ഇതിനല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി? അതിന് മാനദണ്ഡമില്ലല്ലോ. ഏതോ ഒരു MLA പണം കടം തീർക്കാൻ പറ്റും, വേറൊരു MLA കുടുംബ ഫണ്ട് തീർക്കാൻ പറ്റും, വേറൊരാൾ പോലീസുകാരൻ ഇടിച്ചു മരിച്ച ആഭ്യന്തരമന്ത്രിയുടെ ആളുകൾ പണം കൊടുക്കാൻ തകയും. കോഴിക്കോട് ഉണ്ടാക്കാം, കാലിത്തൊഴുത്തുണ്ടാക്കാം, പക്ഷേ വയനാട്ടുകാരന് ഒരു 10 സെന്റ് ഭൂമി വാങ്ങാൻ പറ്റില്ല. അവിടെ 800 ചില്ലാണം വീടുകൾ സന്നദ്ധ സംഘടനകൾ ഓഫർ ചെയ്തു. മാനദണ്ഡത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്.
അവർക്ക് വീടുണ്ടാക്കാൻ അവരുടെ ഒരു യോഗമെങ്കിലും ഇത്രയും ദിവസം വിളിക്കാത്തതിന് എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്പം പോലും അസ്വസ്ഥത ഉണ്ടാവാത്തത്? അങ്ങ് ഭരിക്കുന്ന പാർട്ടി അങ്ങ് പ്രവർത്തിക്കുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ 5 നയാ പൈസ ആ ഒരു സംസ്ഥാനത്ത് ഉണ്ടായിട്ട് കൊടുത്തിട്ടില്ല സാറേ. അങ്ങ് ഭരിക്കുന്ന അങ്ങ് നേതാവായിരിക്കുന്ന BJP എന്താണ് നേതൃത്വത്തിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരു നാടിൽ 100-400 മനുഷ്യർ മരിച്ചു വീണു, ഒരുപാട് അനാഥത്വങ്ങൾ ഉണ്ടായി, 10,000-ലധികം വീടുകൾ നഷ്ടപ്പെട്ടു. 5 പൈസ തരാതിരുന്നിട്ട് ഈ വാദം പറയാവോ TP ജയേന്ദ്രൻ? ഈ വാദം പറയാവോ സാറേ? സംസ്ഥാന BJP ആവശ്യപ്പെട്, നമ്മുടെ നാട്ടിലെ ഒരു സംസ്ഥാനമാണ് TP ജയേന്ദ്രൻ. TP ജയേന്ദ്രൻ, സംസ്ഥാന BJP ആവശ്യപ്പെട്. സംസ്ഥാന BJP കേന്ദ്രത്തോട് നോക്കി പറ, കേന്ദ്ര BJP ഈ കേരളം ഈ രാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണ്, ഞങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഇവിടെ ഒരു മഹാദുരന്തം ഉണ്ടായി, 5 പൈസ ഞങ്ങൾ കൂടിത്താ എന്ന് BJP ആവശ്യപ്പെടണ്ടേ TP ജയേന്ദ്രൻ? ഹാഷ്മിയുടെ ചെവിക്ക് കേൾവകത്താത്ത ഞാൻ ഉത്തരവാദിയല്ല. കോടതിയിൽ രേഖാമൂലം പറഞ്ഞു കേരളത്തിന് ആവശ്യമായ പണം നൽകാൻ കേന്ദ്രം തയ്യാറാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞു നിങ്ങളുടെ കണ്ണും കാതും കൊട്ടിയടുത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എത്ര അലറി വിളിച്ചാലും ഏത് കോടതി പറഞ്ഞാലും ഹാഷ്മിയിലെ രാഷ്ട്രീയക്കാരത് അംഗീകരിക്കില്ല. കാരണം നിങ്ങൾക്ക് ഒരു അജണ്ടയേ ഉള്ളൂ. വയനാടിന് നീതി കിട്ടണം. കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, വയനാടിന് നീതി കിട്ടണം. അവിടെ ഗതികെട്ട് നിൽക്കുന്ന പരമസാധു മനുഷ്യർ ഒരാൾ പോലും ജീവിക്കാൻ വഴിയില്ലാതെ ഗതികെട്ട് കയറെടുക്കരുത്. അതെന്റെ അജണ്ടയാണ്, അതെന്റെ അജണ്ടയാണ് സാറേ. താങ്കൾ പറഞ്ഞു PDNA, താങ്കൾ പറഞ്ഞു PDNA, TPA തെറ്റിദ്ധരിപ്പിക്കലാണ്. TPA എന്ന് താങ്കൾ പറയാണ് PDNA. ഈ പറയുന്ന റിപ്പോർട്ട് കൊടുക്കാൻ ഇത്ര സമയം വേണോ? സിക്കിം സമർപ്പിച്ചു 4 മാസം, ഉത്തരാഖണ്ഡ് സമർപ്പിച്ചു 4 മാസം, ഹിമാചൽ പ്രദേശ് 4 മാസം. നിങ്ങൾക്ക് കുറ്റബോധമില്ല, കാരണം അവിടെയുള്ള ആദിവാസികളാണ്. ശരി, താങ്കൾക്ക് ഈ പറയുന്ന ശരി TP ജയേന്ദ്രൻ അങ്ങ് എന്ത് പറഞ്ഞാലും സംസ്ഥാനത്തിന്റെ കുറ്റങ്ങൾ ഇല്ലെന്നല്ല, ഉണ്ട്. അതെത്ര ചൂണ്ടിക്കാട്ടിയാലും രാവിലെ തമിഴ്നാട്ടിൽ പോയി കണ്ട് വൈകിട്ട് തമിഴ്നാടിന് 900 ചില്ലുവാനം കോടി അനുവദിക്കാമെങ്കിൽ, പാകിസ്ഥാന് വരെ സഹായം നൽകാം എന്ന് രാജ്നാഥ് സിംഗിന് പറയാമെങ്കിൽ, കേരളത്തിന് 5 പൈസ തരാത്തത് എന്താണ് എന്നതിന് അങ്ങേക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്താണ് കാരണം? അത് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്.